വെൽക്കം ബാക്ക് ടു ടേസ്റ്റി അടുക്കള. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ പിൻവീലാണ്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്, ഒരു വെറൈറ്റി വിഭവമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ചിക്കൻ പിൻവീൽ തയ്യാറാക്കാൻ മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിന് പകരം ഓയിൽ വേണമെങ്കിലും അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അത് കുഴച്ചെടുക്കുക. വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണം. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ പിൻവീൽ ഒട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് വരെ ഈ മാവിനെ 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് സവാള ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ വഴന്ന് വരുമ്പോൾ 2 ടീസ്പൂൺ പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അരച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. അരച്ചതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി അത് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് വേവിച്ചെടുത്ത ചിക്കനാണ്, അതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഉപ്പും കുരുമുളകും പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് മസാലയ്ക്ക് നന്നായി പിടിച്ചോളും. ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ചാറ്റ് മസാല 1 ടീസ്പൂൺ. ചാറ്റ് മസാലയും ചില്ലി ഫ്ലേക്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ മല്ലിയില പുതിയില ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി അത് ഇറക്കി വെച്ചതിന് ശേഷം 1 കപ്പ് ഉരുളൻകിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി അങ്ങനെ എന്താ ആവശ്യമുള്ളത് വെച്ചാൽ ഈ ടൈമിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. കുറച്ച് വെച്ചിരിക്കുന്ന മാവില്ല, അത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ല, അതിനേക്കാളും കനത്തിൽ വേണം പരത്താൻ. കനം കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല കുറച്ച് കനത്തിൽ വേണം പരത്താൻ. നല്ല വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ പിൻവീൽ നല്ല ഒരു സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ തന്നെ പരത്തിയെടുത്താൽ കാണാനൊരു ഭംഗിയാണ്. നന്നായി പരത്തിയതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ഇടാൻ. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട്
കുറച്ച് കനത്തിൽ തന്നെ ഈ ഫില്ലിങ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല കനത്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റോളിനൊക്കെ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവും, നല്ല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചെയ്യും. ഇനി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എൻ്റെ മാവിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി, അതുകൊണ്ട് റോൾ ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടി പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ടിയിലും ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം മാവിൽ അധികം ആവാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ കുറച്ച് വെള്ളം അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തടവി കൊടുത്തിട്ട് നമുക്കത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ശരിയാക്കി എടുക്കാം. ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മൈദ മാവ് ഒന്ന് തൂകി കൊടുത്തിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഇഞ്ച് കനത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. മാവിൽ വെള്ളം കൂടിയ കാരണം കത്തിയിൽ ഒട്ടി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടി പിടിക്കില്ല. നമുക്ക് നോമ്പിനൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണ്ട, അങ്ങനെ കയ്യിലൊക്കെ റോൾ ചെയ്തിട്ട് എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം, കമൻറ്റ് അറിയിക്കണം, ഷെയർ ചെയ്യുക. ഒന്നിങ്ങനെ ഒന്നിങ്ങനെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഒരു വീൽ ഷേപ്പിലായി കിട്ടും. വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കലക്കിയതാണിത് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുക. എന്നിട്ട് അതിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. ഈ ഫില്ലിങ്ങിൽ ഓയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ മൈദക്ക് പകരം മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിങ്ങിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. നന്നായിട്ട് ഇങ്ങനെ മറിച്ച് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ നോമ്പ് കാലത്തൊക്കെ ഓരോരോ സ്നാക്ക് ഉണ്ടാക്കുന്നില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. സമോസയൊക്കെ നമ്മളെപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതല്ല, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചിക്കൻ പിൻവീൽ ഒന്ന് തയ്യാറാക്കി നോക്കാം.